എന്തിനാ എല്ലാം തുറന്നു പറഞ്ഞത്? ഹൈഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഹിയോൺ ചോദിക്കുമ്പോൾ എനിക്കൊരിക്കലും അതിന് സാധിക്കത്തില്ല. അന്ന് സംഭവിച്ചതൊന്നും സംഭവിച്ചില്ല എന്ന് പറയാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനിയാണെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യത്തുള്ളെന്ന് ഡോജൂൺ മറുപടി കൊടുക്കും. ഓഫീസിലേക്ക് വരുമ്പോൾ മിനുക്ക് ഡോജൂണിനെ കാണും. ഇന്നത്തെ പ്രസ് കോൺഫറൻസ് എനിക്ക് തന്നെ ഇംപ്രസീവായിട്ട് തോന്നി. ഇങ്ങനെ ഒരാളെയാണ് ഹിയോൺ ആവശ്യം. എന്ത് കാര്യമുണ്ടെങ്കിലും അവളുടെ കൂടെ നിൽക്കണം, അവളെ നന്നായിട്ട് നോക്കണം എന്ന് അവൻ പറയും. പ്രസ് കോൺഫറൻസ് കഴിയുമ്പോൾ പോസിറ്റീവായിട്ടാണ് എല്ലായിടത്തും ന്യൂസൊക്കെ വരുന്നത്. പബ്ലിക്കായിട്ട് പ്രസിഡന്റ് പ്രപ്പോസ് ചെയ്തു എന്നുള്ള രീതിക്കാണ് അവർ ന്യൂസ് കൊടുക്കുന്നത്. ടീം മെമ്പേഴ്സ് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹിയോൺ അങ്ങോട്ടേക്ക് വരും. ഇന്നത്തെ പ്രസ് കോൺഫറൻസ് കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബിസി ആയിരുന്നു എന്നാണ് അവൾ പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള വാർത്തകളൊക്കെ വായിച്ച് കമന്റ്സ് ഒക്കെ വായിച്ച് സന്തോഷിച്ചിരിക്കുകയാണ് ഡോജൂൺ. അന്നേരം അച്ഛൻ അങ്ങോട്ടേക്ക് വരും. നീ ചെയ്തതൊരു റിസ്കി മൂവ് ആയിരുന്നു, എന്നാലും പബ്ലിക് ഒപ്പീനിയൻ മാറാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ഇതുകൊണ്ടൊന്നും എല്ലാം അവസാനിച്ചൊന്നും വിചാരിക്കരുത്. നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് ഒക്കെ തിരിച്ച് നഷ്ടത്തിൽ നിന്ന് കയറുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയും. ശ്രദ്ധിക്കാമെന്ന് അവൻ ഉറപ്പ് കൊടുക്കും. ആ കുട്ടിയുടെ പേര് ഹിയോൺ എന്നല്ലേ? നമുക്ക് ഫാമിലി ആയിട്ട് ഒന്നിച്ചൊന്ന് മീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സമയവും സ്ഥലവും എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അറിയിക്കാനായിട്ട് അച്ഛൻ അവനോട് പറയും. എല്ലാം പോസിറ്റീവായിട്ടാണല്ലോ വരുന്നതെന്ന് പറഞ്ഞ് അങ്കിള് ജംഗുമിനെ കാണാനായിട്ട് വരും. അവൾക്ക് ദേഷ്യം വരും. പ്ലാൻ ബി ഉണ്ടെന്ന് ഇയാളുടെ അടുത്ത് പറഞ്ഞതല്ലേ? കഴിഞ്ഞ 10 വർഷമായിട്ട് സൈക്കാട്രിക് ട്രീറ്റ്മെന്റിലാണ് ഡോജൂൺ. അത് ഞാൻ എക്സ്പോസ് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ആ സമയം കൊണ്ട് ബോർഡ് മെമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന് പറയും. അയാൾ പോവും. ഇവർക്ക് രണ്ടാമതൊരു കുട്ടി ജനിക്കാനായിട്ട് പോകുമായിരുന്നു. ഹസ്ബൻഡ് മരിച്ചു എന്നറിഞ്ഞ ഷോക്കിൽ ആ കുട്ടിയെ ജംഗുമിന് നഷ്ടപ്പെടും. ആ ഒരു ദേഷ്യവും ജംഗുമിനുണ്ട്. കോമ്പറ്റീഷന്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഹിയോൺ ബിസി ആവും. ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. അവർക്ക് വേണ്ടിയിട്ട് സ്നാക്സ് ഒക്കെ സെക്രട്ടറി ഗോയെ കൊണ്ട് ഡോജൂൺ വാങ്ങിപ്പിക്കും. അതിനിടയ്ക്ക് കാഷ്വലായിട്ട് ടീം ലീഡർ ബാങ്കിനെ ഡേറ്റ് ചെയ്യല്ലേ എന്ന് ചോദിക്കും. ഓർക്കപ്പുറത്തായതുകൊണ്ട് സെക്രട്ടറി ഗോ സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. എങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ഇയാളെക്കുറിച്ച് എല്ലാം എനിക്കറിയാം, എന്തുകൊണ്ടാണ് ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ തുറന്ന് സമ്മതിക്കാൻ ഇത്ര പാടെന്ന് ഡോജൂൺ തിരിച്ചു ചോദിക്കും. ഡേറ്റിന് പോകുമ്പോഴും ഹിയോൺ ബിസിയാണ്. ലാസ്റ്റ് ഡേറ്റ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയിലേക്ക് പോകാനുള്ള അവസരം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇനി അങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ കോമ്പറ്റീഷൻ അതിന് എനിക്കുള്ള ഒരു വഴി തുറന്നു തരുവാണ് ചെയ്തത്. ഇതിൽ വിൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ പേരിൽ പുതിയൊരു ബ്രാൻഡ് റിലീസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് അവൾ പറയും. എന്തായാലും ജഡ്ജിങ് പാനലിൽ ഞാൻ കാണത്തില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ റിലേഷൻ എല്ലാവരും അറിയുകയാണെങ്കിൽ അത് പിന്നീട് ഒരു പ്രശ്നമാവും. അതുകൊണ്ട് മാക്സിമം എല്ലാ എഫേർട്ടും ഇട്ടോളൂ. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ മുന്നോട്ട് പൊക്കോളൂ എന്ന് ഡോജൂൺ അവളുടെ അടുത്ത് പറയും. വീക്കെൻഡ് ഫ്രീ ആണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരു ലഞ്ച് ഡേറ്റിന് പോകാമോ? അവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് ഡോജൂൺ പറയും. നർവസ് ആണെങ്കിലും വേണ്ട, മറ്റൊരു അവസരത്തിലേക്ക് മാറ്റി വെക്കാമെന്നും പറയും. പക്ഷെ ഹിയോൺ ചെല്ലാമെന്ന് സമ്മതിക്കും. മീറ്റിങ്ങിന് പോകേണ്ട ദിവസം എന്ത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ഒരുങ്ങണം എന്നൊക്കെ ആകെ കൺഫ്യൂഷനിലാണ് ഹിയോൺ. മിറാനാണ് അവളെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഹിയോൺ ഡോജൂണിന്റെ ഫാമിലിയെ മീറ്റ് ചെയ്യാനായിട്ട് വരും. അച്ഛനും അവളും കൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് അവർ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അമ്മയ്ക്കും ഡോജൂണിനും മനസ്സിലാകുന്നത്. അച്ഛൻ നല്ല സ്നേഹത്തിലാണ് അവളോട് സംസാരിക്കുന്നത്. ഇയാള് ജോലിയിൽ നിന്ന് ലീവ് എടുക്കുന്നില്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഡോജൂണാണ് മറുപടി പറയുന്നത്. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഓരോന്ന് ചോദിക്കുന്നതെന്ന് ഹിയോണ് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അമ്മ ചോദിച്ചതിനെല്ലാം അവൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കുകയും ചെയ്യും. അമ്മയ്ക്ക് തണുക്കുന്നത് കാണുമ്പോഴത്തേക്കിനും AC കുറച്ചിടാനൊക്കെ അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അമ്മയ്ക്ക് എന്നിട്ട് അവള് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. ഇവളുടെ പെരുമാറ്റം കാണുമ്പോഴത്തേക്കിനും അമ്മയ്ക്ക് വേറെ ആരോ ഓർമ്മ വരുന്നുണ്ട്. അന്ന് മീറ്റ് ചെയ്ത പെൺകുട്ടിയും ഇതുപോലെയൊക്കെ ആയിരുന്നല്ലോ എന്ന് അമ്മ ഓർക്കും. ഡോജൂണിന്റെ അച്ഛനെ അമ്മയെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്ര വാം ഫാമിലി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഹിയോണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അമ്മ അങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളല്ല, ചിലപ്പോൾ പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇവളുടെ അടുത്ത് സംശയത്തോടു കൂടിയാണല്ലോ സംസാരിച്ചത്. അവൾക്കൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഡോജൂൺ പറയുന്നുണ്ടേ അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. അമ്മയ്ക്ക് എന്തായാലും കൺസേൺ കാണും. നല്ലൊരു പെൺകുട്ടിയെ വേണം മോൻ കല്യാണം കഴിക്കാനെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്ന് അവളും പറയും. എൻ്റെ ഫാമിലി ഇങ്ങനെയൊന്നും അല്ല എന്ന് അവള് പറയുന്നുണ്ടേ. അങ്ങനെ പറയരുത്. ഇയാളുടെ അമ്മയും ഇയാളെ കുറിച്ച് നല്ല കൺസേൺ ഉള്ള ആളാണ്, നല്ല അഫെക്ഷൻ ഉള്ള അമ്മയാണ്. അത് കാണിക്കുന്നത് മറ്റൊരു രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറയും. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോൾ ഡോജൂൺ അമ്മയെ ചെന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോജൂൺ പ്രസ് കോൺഫറൻസ് നടത്തിയതൊക്കെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അന്ന് കൊടുത്ത പ്രോമിസ് കീപ്പ് ചെയ്യുമെന്ന് അമ്മയ്ക്ക് അറിയാം. ഞാൻ ജീവിച്ച കൂട്ട് ഹിയോൺ ജീവിക്കരുത്, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് എനിക്ക് തന്ന പ്രോമിസ് കീപ്പ് ചെയ്യണം, അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ എന്ന് അമ്മ ഡോജൂണിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭാവി മരുമകളെ മീറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും ഫാമിലി അല്ലേ, ഫോർമൽ മീറ്റിംഗ്സിനൊക്കെ എന്നെ ഇനിയും മുതൽ വിളിക്കണമെന്ന് ജംഗും വന്ന് അച്ഛൻ്റെ അടുത്ത് പറയും. സമയമായെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അന്ന് പറഞ്ഞ കാര്യം എന്തായി എന്ന് അവൾ ചോദിക്കും.
അതത്ര പ്രാധാന്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ ജംഗുവിന് ദേഷ്യം വരും. പാറ അബ്യൂസ് ചെയ്തു എന്ന് മാത്രമായിരിക്കത്തില്ല, അധികാരത്തിന് വേണ്ടിയിട്ട് സ്വന്തം ബ്രദറിനെ കൊന്ന ആളാണ് ഡോജു. കഴിഞ്ഞ 10 വർഷമായിട്ട് സൈക്കാട്രിക് മെഡിക്കേഷൻ ഒക്കെ എടുക്കുന്നുണ്ടെന്നും പുറത്തു വരും. അതത്ര നല്ലതായിരിക്കത്തില്ല. അതുകൊണ്ട് ടെഹാൻ ലിക്കറിന്റെ കോ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് അവൾ പറയും. 15 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം കാണത്തില്ലല്ലോ അല്ലേന്നും ചോദിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നത്. അടുത്ത ദിവസം ഡോജുൺ ഓഫീസിലേക്ക് വരുമ്പോൾ ജംഗമും അവിടെ കാണും. ഞാൻ ഇന്ന് മുതൽ ടെഹാൻ ലിക്കറിന്റെ കോ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവള് പരിചയപ്പെടുത്തും. ഇത് ആരെടുത്ത തീരുമാനമാണ്, അച്ഛനെ ഇത് അറിഞ്ഞാലുണ്ടല്ലോ എന്ന് അവൻ പറയുമ്പോൾ ചെയർമാൻ തന്നെയാണ് ഈ തീരുമാനം എടുത്തത്, അതൊന്നും അറിഞ്ഞില്ലേ, അച്ഛനും മോനും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലേന്നൊക്കെ ഇവിടെ കളിയാക്കി ചോദിക്കും. സൈക്കാട്രിക് മെഡിക്കേഷൻ എടുക്കുന്ന ഒരാൾ നടത്തിയ ഒരു പ്രസ് കോൺഫറൻസ് ആയിട്ട് മാത്രമേ ബോർഡ് മെമ്പേഴ്സ് കഴിഞ്ഞ ദിവസത്തെ പ്രസ് കോൺഫറൻസ് കാണുന്നുള്ളൂ. അങ്ങനെ ഒരാൾ കമ്പനി ലീഡ് ചെയ്യാൻ കേപ്പബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇനി മുതൽ എല്ലാ മീറ്റിംഗ്സിനും എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഞാനും അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ബോർഡ് മെമ്പേഴ്സ് ഇയാളുടെ ഡിസ്മിസിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്നും ജംഗും പറയും. പ്രോപ്പർ ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ കിട്ടിയ മെഡിക്കേഷൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതാണല്ലോ സത്യം എന്ന് അവൻ ചോദിക്കുന്നുണ്ടേ. സത്യമൊക്കെ ബോധ്യപ്പെടുത്താനുള്ള സമയമൊക്കെ കഴിഞ്ഞു പോയി, ഇപ്പോൾ അതിലൊന്നും ആർക്കും താല്പര്യമില്ല എന്ന് ജംഗും പറയും. ടീം ലീഡേഴ്സിന്റെ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഇപ്രാവശ്യം അത് അറ്റൻഡ് ചെയ്യാൻ ജംഗുമും ഉണ്ട്. എല്ലാത്തിനും ഓരോരോ കുറ്റമൊക്കെ ജംഗും കണ്ടുപിടിക്കുന്നുണ്ട്. പ്രൈസ് മണി കുറവാണ്, നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം, കോമ്പറ്റീഷൻ എന്നൊക്കെ പറയും. ഇതൊന്നും ടീം ലീഡേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല. നോക്കുന്നുണ്ടേ ടീം ലീഡർ ബാങ്കിന്റെ ടീമിന്റെ പുതിയ ബിയർ ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയുള്ള പ്രപ്പോസലുമാണ്. ഇതിന്റെ ചാർജ് ഉള്ള ആളെ വിളിക്കാനായിട്ട് പറയും. അത് ഹിയോൺ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് വിളിപ്പിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചാൽ മതി എന്ന് ഡോജൂൺ പറയുമ്പോൾ ഇതിന്റെ ചാർജ് ഉള്ള ആള് തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണമെന്ന് ജംഗും പറയും. ബിയർ കുടിച്ച് കാണിക്കേണ്ടി വരുമെന്ന് ഹിയോണിന് മനസ്സിലാവും. എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ പേടിച്ചിങ്ങനെ നിന്നിട്ട് എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും ടീം ലീഡർ ബാങ്ക് അവളെ വഴക്ക് പറയാനായിട്ട് എഴുന്നേക്കും. ഈ ഒരു ബാച്ച് മുഴുവൻ ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ആയിരുന്നെന്ന് അറിയത്തില്ലേ, അത് നമ്മൾ പിൻവലിച്ചെന്ന് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വഴക്ക് പറഞ്ഞിട്ട് ഇത് എന്റെ പാർട്ട് എന്നുള്ള മിസ്റ്റേക്ക് ആണ്, എനിക്ക് റിപ്പോർട്ട് കിട്ടിയത് ലേറ്റ് ആയിട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ പുതിയ ബാച്ച് ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളെ രക്ഷിക്കും. പ്രഗ്നന്റ് ആണെന്ന കാര്യം ഹിയോൺ ടീം ലീഡർ ബാങ്കിന്റെ അടുത്ത് തുറന്ന് സമ്മതിക്കും. ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശം എന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു, ഇതുവരെ എന്റെ ഡ്യൂട്ടിയിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല, ഇനി ആയാലും ഹാർഡ് വർക്ക് ചെയ്യാൻ തന്നെയാണ് എന്റെ തീരുമാനം, പക്ഷെ ഞാൻ മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഡ്യൂട്ടീസ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്യാൻ എനിക്ക് സമ്മതമാണെന്ന് അവൾ പറയും. അതിന്റെ ആവശ്യമില്ല, ഇതിന്റെ ചാർജ് ഇയാൾക്കാണ്, ആദ്യം മുതലേ ഇത് ചെയ്തു തുടങ്ങിയതും ഇയാളാണ്, അതുകൊണ്ട് അവസാനം വരെ ഇയാൾ തന്നെ ഇത് നോക്കിയാൽ മതി, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എല്ലാവരോടും ചോദിക്കാം, ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണമെന്ന് എന്തിനാണ് നിർബന്ധം പിടിക്കുന്നത്, ടീംമേറ്റ്സ് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ റെഡി ആണല്ലോ, അതുകൊണ്ട് ആരോട് വേണമെങ്കിലും ഇയാൾക്ക് ഹെൽപ്പ് ചോദിക്കാമെന്ന് ടീം ലീഡർ ബാങ്ക് അവളുടെ അടുത്ത് പറയും. എന്തിനാണ് അവിടെ വെച്ചിട്ട് എന്നെ രക്ഷിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇയാൾ എന്റെ ജൂനിയറാണ്, എന്റെ ജൂനിയറിനെ വേറൊരാൾ ആവശ്യമില്ലാതെ വഴക്ക് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ടീം ലീഡർ ബാങ്ക് മറുപടി കൊടുക്കുന്നത്. ഹിയോണിനെ തുടരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഡോജൂൺ ജംഗുമിന്റെ അടുത്ത് ദേഷ്യപ്പെടും. മാനേജർ ഞാൻ നല്ല കഴിവുള്ള കുട്ടിയാണ്, ആ കുട്ടിക്ക് ഷൈൻ ചെയ്യാനായിട്ട് ഒരുപാട് അവസരങ്ങൾ കൊടുക്കാനാണ് എന്റെ തീരുമാനം, പക്ഷെ നീ വഴിമുടക്കി എന്റെ മുമ്പിൽ നിൽക്കരുത്, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പോലെ ഇനിയും സംഭവിക്കുമെന്ന് ജംഗും പറയും. എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്താനായിട്ട് നോക്കണ്ട, ഇത്രയും കാലം ഞാൻ സഹിച്ചു, പക്ഷെ എന്റെ ക്ഷമയ്ക്കും ഒരു ലിമിറ്റ് ഉണ്ട്, അത് നിങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, ഇപ്രാവശ്യം ഞാൻ നോക്കി നിൽക്കത്തില്ല, എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നത്. ഹിയോൺ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് ഡോജൂൺ അറിയാം, അതുകൊണ്ട് തന്നെ അവളെ കാണാനായിട്ട് വരും. ജംഗും എങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് ഹിയോൺ പറയും. ഞാൻ കൗണ്ടർ മെഷേഴ്സ് ഓൾറെഡി ആലോചിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് പേടിക്കണ്ടെന്ന് ഡോജൂൺ അവളെ ആശ്വസിപ്പിക്കും. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഡോജൂൺ അച്ഛൻ്റെ അടുത്തേക്ക് വരും. ബോർഡ് മെമ്പേഴ്സിനെ എല്ലാം അവരുടെ സൈഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ജംഗുവിനും അങ്കിളിനും പറ്റിയിട്ടുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം, ബോർഡ് മെമ്പേഴ്സിനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം, നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട, പക്ഷെ നിന്റെ ട്രോമ അത് നീ ഓവർകം ചെയ്യണം, കാരണം അത് നിനക്കെതിരായിട്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും, അത് നീ സ്വയം വിചാരിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ, ഒരു മരുന്നിന്റെ സഹായം ഇല്ലാതെ നിനക്ക് ജീവിക്കാനായിട്ട് പറ്റും, നിന്നെ എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കിയാലും നിനക്കതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പറ്റുമെന്ന് നീ അവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് അച്ഛൻ അവനോട് പറയും. അമ്മയാണോ ഇതിന് പിന്നിലെന്ന് സെയോൺ സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കാണാനായിട്ട് വരും. ഡോക്ടർ കൊടുത്ത മരുന്നുകൾ മാത്രമേ അങ്കിൾ കഴിച്ചിട്ടുള്ളൂ, പിന്നെ എന്തിനാണ് ഡിസ്മിസ് ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇത് എന്റെ മാത്രം തീരുമാനമല്ല, ബോർഡിന്റെ മൊത്തത്തിലുള്ള ഡിസിഷൻ ആണെന്ന് അമ്മ അവളോട് പറയും. എന്നാലും ഇത് ശരിയല്ല, എന്തുകൊണ്ട് അത് എതിർത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഈ കമ്പനി നിന്റെ അച്ഛൻ്റെതായിരുന്നു, അത് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് കിട്ടിയേന്ന് ജംഗും പറയുന്ന കേൾക്കുമ്പോൾ അമ്മ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് അവൾ ഉറപ്പിക്കും. നിനക്ക് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ നിനക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടല്ലോ, ഡിസ്മിസില്
ബോർഡ് മെമ്പേഴ്സിന്റെ മുമ്പിൽ വരുമ്പോൾ നീയും വന്ന് വോട്ട് ചെയ്തോളൂ എന്ന് ജംഗും പറയുമ്പോഴത്തേക്കും അവൾക്ക് ദേഷ്യം വരും. ഞാനും അങ്കിളും തമ്മിലുള്ള റിലേഷൻ അമ്മയ്ക്ക് അറിയാമല്ലോ, പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ പറയാനായിട്ട് തോന്നിയതെന്ന് ചോദിക്കുന്നുണ്ടേ. അങ്കിളിന്റെ സ്വന്തമായിട്ടൊരു ഫാമിലി ആയി കഴിഞ്ഞാൽ നിന്നെ ഇതുപോലെ നോക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് അവൾ തിരിച്ചു ചോദിക്കും. നമ്മുടെ ഫാമിലി ഇങ്ങനെ ആയി പോകാനായിട്ട് കാരണം ഡോജൂൺ ആണ്. നിന്റെ അച്ഛൻ മരിക്കാൻ കാരണവും ഡോജൂൺ ആണ്. എനിക്കിനി മറ്റൊന്നും ബാക്കിയില്ല, നീ മാത്രമേ ഉള്ളൂ എന്നാണ് ജംഗും അവളോട് പറയുന്നത്. ജംഗും അങ്കിളും ബോർഡ് മെമ്പേഴ്സിന്റെ മീറ്റിംഗ് വിളിക്കും. ഇതുപോലെ മരുന്നൊക്കെ കഴിക്കുന്ന ഒരാളെ കമ്പനി ഏൽപ്പിക്കുന്നതിൽ പലർക്കും എതിർപ്പുണ്ട്. പ്രോപ്പറായിട്ട് ഹാൻഡ് ഷേക്ക് പോലും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അത് ബേസിക് ട്രസ്റ്റ് ആണ്, അതിന്റെ ഒരു സിമ്പിളാണ്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ ഇത്രയും കാലം ഒരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ എന്ന് ഡോജൂൺ ചോദിക്കും. ഇത്രയും കാലം ഇല്ലായിരുന്നു എന്ന് വെച്ചിട്ട് ഇനി പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് അതിന് അർത്ഥമില്ലല്ലോ. വേണമെങ്കിൽ ഒരു ഓപ്ഷൻ തരാം, ഇയാൾക്ക് റിസൈൻ ചെയ്തിട്ട് പോകാമെന്ന് ജംഗും പറയും. ഇത് കേൾക്കുമ്പോൾ അവന് ദേഷ്യം വരും. നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഈ വക കാര്യങ്ങൾ നേരത്തെ അറിയിക്കണം, ഞാൻ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ഡോജൂൺ പറയുമ്പോൾ ഞാൻ വന്ന ദിവസം തന്നെ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ജംഗും അവനോട് പറയും. കാഷ്വലായിട്ട് എന്തെങ്കിലും സംസാരിച്ചതിന്റെ ഇടയിൽ പറഞ്ഞു എന്ന് വെച്ചിട്ട് അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല. ഇവിടെ ഒഫീഷ്യലായിട്ട് എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. 2 ആഴ്ചയ്ക്ക് മുമ്പ് അറിയിക്കണം എന്നുള്ളത് നിയമമാണ്, അതിവിടെ നടന്നിട്ടില്ല. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ടിങ്ങുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇഷ്ടമെങ്കിൽ ഓരോരുത്തരും ഇതിന് അക്കൗണ്ടബിൾ ആയിരിക്കും, എക്സ്പ്ലനേഷൻ തരേണ്ടി വരും, ലീഗൽ പ്രൊസീജിയേഴ്സ് നേരിടേണ്ടി വരും എന്ന് ഡോജൂൺ പറയും. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഹെസിറ്റേറ്റ് ചെയ്യും. അപ്പൊ എന്താണ് വേണ്ടുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ 2 ആഴ്ച സാധാരണ പോലെ സമയം വേണം, അതിനുള്ളിൽ എനിക്ക് എന്റെ പാട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവസരമാണ്, അതെനിക്ക് വേണമെന്ന് അവൻ പറയും. അവർക്ക് സമ്മതിക്കേണ്ടി വരും. ജംഗുമിന്റെ കൂടെ ചേർന്ന് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്? അവസാനം വരെ ജംഗും നിങ്ങളെ കൂടെ കൂട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഡോജൂൺ അങ്കിളിന്റെ അടുത്ത് ചോദിക്കും. 15 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു കൊലയാളിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിച്ച കളികളൊക്കെ എനിക്കറിയാം. അന്ന് ജേർണലിസ്റ്റ് ആയിരുന്ന ആളുകളൊക്കെ ഇന്ന് ഓരോരോ ന്യൂസ് പേപ്പറിന്റെയും ചാനലിന്റെയും ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതിനെക്കുറിച്ചെല്ലാം എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ടേ. അത് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമല്ലേ, ഇപ്പോൾ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് അയാൾ ചോദിക്കും. ശരിയാണ്, എവിഡൻസ് ഇല്ല, അതുകൊണ്ട് എനിക്കത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ കഴിഞ്ഞ 11 വർഷമായിട്ട് ഇവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ നിങ്ങൾ കള്ളക്കളി കാണിച്ചതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ അത് അച്ഛനോട് പറഞ്ഞിട്ടില്ല, പക്ഷെ താമസിക്കാതെ അച്ഛൻ അറിയും. ഇത് പുറത്തു പോവുകയാണെങ്കിൽ പ്രോസിക്യൂഷൻ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജംഗുമായിട്ടുള്ള റിലേഷൻ അവസാനിപ്പിച്ചിട്ട് ബോർഡ് മെമ്പേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഇവൻ അവിടുന്ന് പോകും. ഇയാൾ ആകെ പേടിക്കും. അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, നമ്മുടെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്ന് സെക്രട്ടറി ഗോയുടെ അടുത്ത് ഡോജൂൺ പറയും. എവിഡൻസ് എപ്പോഴാണ് റിവീൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഏറ്റവും അവസാനത്തേക്ക് വേണ്ടി സേവ് ചെയ്തേക്കാണെന്ന് ഡോജൂൺ പറയുന്നുണ്ടേ. നമുക്ക് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഹിയോണെ അറിയിക്കണ്ടേന്ന് സെക്രട്ടറി ഗോ ചോദിക്കും. വേണ്ട, ആവശ്യമില്ലാത്ത ടെൻഷൻ ഹിയോണ്ട് കൊടുക്കണ്ടെന്നാണ് ഡോജൂൺ പറയുന്നത്. ജംഗും വന്നു കഴിയുമ്പോൾ ടീമായിട്ടൊന്നും കോമ്പറ്റീഷനിൽ പങ്കെടുക്കണ്ട, എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയും. അങ്ങനെ മാനേജറിനായും സേയോണും ഹിയോണും എല്ലാം വേറെ വേറെയാണ് കോമ്പറ്റീഷനായിട്ട് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്നത്. എന്നെ ഇവിടെ വീണ്ടും കാണേണ്ടി വന്നതിൽ ഇയാൾക്ക് ഒട്ടും സന്തോഷമില്ലാന്ന് എനിക്കറിയാം. ഞാൻ വീണ്ടും ഡോജൂണെതിരെ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെന്നൊക്കെ ഇയാൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേന്നൊക്കെ ലിഫ്റ്റിൽ വെച്ച് കാണുമ്പോൾ ജംഗും ഹിയോന്റെ അടുത്ത് ചോദിക്കും. അങ്ങനെയല്ലാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നാണ് അവൾ മറുപടി കൊടുക്കുന്നത്. ഇയാള് ചെയ്ത പ്രോജക്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും പുതിയൊരു രീതിയിലാണ് ഞാൻ തന്നെ കാണുന്നത്. എൻ്റെ പഴയകാലം ഞാൻ ഓർക്കുന്നു. ഇയാൾ നല്ല കഴിവുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും ഇയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഇയാളുടെ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ജംഗും പറയും. അതിന്റെ ആവശ്യമില്ല, ഞാൻ ഇവിടം വരെ എത്തിയത് എൻ്റെ സ്വന്തം കഴിവുകൊണ്ടാണ്, വേറൊരാളുടെ ഹെൽപ്പ് കൊണ്ടല്ല. പിന്നെ എൻ്റെ ഡ്രീം അത് മറ്റൊരാൾ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കുവാണെങ്കിൽ അതിന് അർത്ഥമില്ലാതായി പോകും. അതുകൊണ്ട് തന്നെ അതിൻ്റെയും ആവശ്യമില്ല. എന്തായാലും ഓഫറിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഹിയോൺ അവിടുന്ന് പോകും. മിറാന്റെയും മിനൂക്കിന്റെയും കൂടെ ഡിന്നർ കഴിക്കാനായിട്ട് ഹിയോൺ ചെല്ലും. അവന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ടേ. ഓൾറെഡി തെറാപ്പിക്ക് പോകുന്നുണ്ടെന്ന് ഹിയോൺ അറിയാം. ഒറ്റയ്ക്ക് തെറാപ്പിക്ക് പോകുന്ന കൂട്ടല്ല, ഗ്രൂപ്പായിട്ട് തെറാപ്പിക്ക് പോകുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആളുകൾ ഷെയർ ചെയ്യാറുണ്ടെന്ന് അവർ രണ്ടുപേരും പറയും. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടേ അവർക്ക് സെക്രട്ടറി ഗോയുടെ കോള് വരും. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഹിയോന്റെ അടുത്ത് സെക്രട്ടറി ഗോ പറയും. ഇതൊന്നും അറിയിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ ഡോജൂണിന് ഹിയോന്റെ പ്രസൻസ് ആണ് ഏറ്റവും ആവശ്യമെന്ന് സെക്രട്ടറി ഗോ പറയുന്നുണ്ടേ. അവള് ഡോജൂണിനെ കാണാനായിട്ട് പോകും. എന്തെങ്കിലും വിഷമോ സങ്കടമോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയണമെന്ന് പറഞ്ഞ ആള് തിരിച്ചെന്താ അങ്ങനെ ചെയ്യാത്തതെന്ന് ഡോജൂണിന്റെ അടുത്ത് ഹിയോൺ ചോദിക്കും. എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ
അപ്പൊ തന്നെ അതിന് സൊല്യൂഷൻ കാണണം എന്നാണ് ഡോജൂൺ എന്ന് അവൾക്കറിയാം. എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം കാണാനായിട്ട് പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമ്മൾ പതുക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് നമ്മൾ നന്നായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം, മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് വേണ്ടുന്നതെന്ന് ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അതെന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്ന് അവള് ഡോജുവിന്റെ അടുത്ത് പറയും. അടുത്ത ദിവസം ഫ്രീ ആണോ, എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം എന്നും പറയും. ഗ്രൂപ്പ് തെറാപ്പി നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഡോജുവിനെ കൂട്ടു വിളിച്ചുകൊണ്ടാണ് ഹിയോൺ പോകുന്നത്. അവിടെ എല്ലാവരും അവരവരുടെ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്യും. എനിക്ക് എൻ്റെ അമ്മയായിട്ട് നല്ലൊരു റിലേഷൻ അല്ല എന്ന് ഹിയോണും കൗൺസിലറുടെ അടുത്ത് തുറന്നു പറയും. ഞാനും ഒരു അമ്മയാകാൻ പോവുകയാണ്. എൻ്റെ കുട്ടി നല്ലൊരു ഫാമിലിയിൽ സ്നേഹം കിട്ടി വളരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു മുമ്പ് എൻ്റെയും അമ്മയുടെയും റിലേഷൻ നല്ലതുപോലെ ആകണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിനു മുമ്പ് എനിക്ക് ഇത് തുറന്നു പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കുട്ടിയുടെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടിയെന്ന് അവള് തുറന്നു പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഡോജുവിനും സന്തോഷം തോന്നും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ആ പ്രസ് കോൺഫറൻസ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടിയതെന്ന് അവള് ഡോജുവിൻ്റെ അടുത്ത് തുറന്നു പറയും. ഇത് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ നല്ല രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണെന്നും അവൾ പറയും. അത് കേൾക്കുന്നുണ്ടെ അവൻ എന്തോ ആലോചിക്കും. പിറ്റേ ദിവസം ഓഫീസിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരു അറിയിപ്പ് കാണും. അന്ന് ആദ്യമായിട്ട് അവിടെ ഒരു അവാർഡ് സെറമണി നടത്താനായിട്ട് പോവുകയാണ്. അവിടെ വെച്ചിട്ടായിരിക്കും കോമ്പറ്റീഷന്റെ റിസൾട്ട് പറയുക. ആദ്യം റിസൾട്ട് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സെറമണി നടത്തും എന്നാണ് പറഞ്ഞിരുന്നത്. പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു മാറ്റം വന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ആദ്യം മുതലേ ഇതിനോട് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് കാണിച്ചത് മാനേജർ നായാണ്. അവസാനം അവാർഡ് സെറമണിക്ക് വന്നിരിക്കുമ്പോൾ ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെ ആയിരിക്കും എന്നുള്ള രീതിക്കാണ് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് അനൗൺസ് ചെയ്യാനായിട്ട് ഡോജൂൺ ആണ് വരുന്നത്. ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് 30 മില്യൺ ക്യാഷ് പ്രൈസ് ആയിട്ടും കിട്ടും. സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനും പറ്റും. ആദ്യം തേർഡ് പ്ലേസും പിന്നീട് സെക്കൻഡ് പ്ലേസും ആണ് അനൗൺസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്ലേസ് അനൗൺസ് ചെയ്യാറാവുമ്പോഴത്തേക്കും ജംഗും അവിടേക്ക് വരും. ടീമിന്റെ പേര് കേൾക്കുമ്പോൾ മാനേജറിന് റെഡി ആയിട്ടിരിക്കും. പക്ഷേ ഹിയോണിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. അസിസ്റ്റന്റിന് എന്തോ സിഗ്നൽ കൊടുത്തിട്ട് ജംഗും അവിടേക്ക് വരും. എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. ഇത് അൺഫെയർ ആയിട്ടാണ് ഈ ഒരു പ്രൈസ് കൊടുക്കുന്നത്. കാരണം ഈ പെൺകുട്ടിയാണ് ഡോജൂൺ ഡേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജഡ്ജിങ് പ്രോസസ്സിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ജംഗും പറയും. ശരിക്കും അവൻ ജഡ്ജിങ് പാനലിൽ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമല്ലേ സിസ്റ്ററിലോ എന്ന് ചോദിച്ചിട്ടാണ് ജംഗും ഹിയോന്റെ അടുത്ത് സംസാരിക്കുന്നത്. അവർക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഡോജൂൺ നോക്കുമ്പോൾ മേളിൽ നിന്ന് ഒരു വലിയ ലൈറ്റ് പൊട്ടി താഴേക്ക് വീഴാനായിട്ട് പോവാണ്. അവൻ ഓടി ചെന്നിട്ട് അവളെ പിടിച്ചു മാറ്റും. ആ ലൈറ്റ് അവന്റെ ദേഹത്ത് തട്ടിയാണ് താഴേക്ക് വീഴുന്നത്. അവന് ഹിയോനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഡോജൂണിന് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അവിടെ എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ ആംബുലൻസ് വിളിക്കാനൊക്കെ അവർ പരസ്പരം പറയും.